രാഹുൽ ഗാന്ധി ആ ഒരു പേര് വളരെ പരിഹാസത്തോടെയാണ് മാധ്യമങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ഈ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് ശേഷം രാഹുൽ ഗാന്ധി തന്നെ സ്വയം ഒരു സീരിയസ് ആയ പോലെ ഉണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നാണ് രണ്ടാമത്തെ ഒരു പത്രസമ്മേളനം കൂടി നടത്തിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് കൊള്ളുന്ന തരത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നുന്നത്. സാർ അത് കണ്ടിരുന്നത് എന്താണ്? അപ്പം ഞാനിത് കണ്ടത്, നമ്മൾ ഒരുമിച്ച് കണ്ടത്. ഇപ്പം നീ പറഞ്ഞ ഒരു പോയിന്റ് വളരെ കൃത്യമായി. ഞാനും ഒരു പരിഹാസ രൂപേണയാണ് രാഹുൽ ഗാന്ധിയെ കണ്ടിരുന്നത്. കാരണം പറയുന്നതിൻ്റെ അകത്തൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ക്ലാരിറ്റിയേക്കാളും പറയുന്നത് പലതും പൊള്ളത്തരമാണ്. ഇപ്പോൾ നേരത്തെ റഫേലുമായിട്ട് ഡീലിനെ ബന്ധപ്പെട്ടും അതൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള പോയിന്റുകളാണ്. അതല്ല, വെറുതെ അല്ല ഞാൻ രാഹുൽ ഗാന്ധിയെ ഈ കാരണം കാര്യങ്ങൾ ഡെപ്ത് അറിയാത്തവൻ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം വെറുതെ അല്ല പറഞ്ഞ്, റിയാലിറ്റി വെച്ച് തന്നെയാണ്. കാരണം പുള്ളിയുടെ പല അലിഗേഷൻസും പ്രസംഗങ്ങളും ഒക്കെ കാരണം ഇന്ത്യയിലൊരു പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് പാർട്ടിയുടെ സീനിയർ ലീഡർ പറയുന്നതിൻ്റെ അകത്തൊന്നും ഒരു കാര്യപ്രസക്തമായ കാര്യങ്ങളില്ല. പക്ഷേ ഈ പറയുന്ന വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് കൊള്ള, അപ്പം ആദ്യത്തെ പ്രസ് കോൺഫറൻസ് കണ്ടു. ഇത് ബോംബാണോ, ആറ്റം ബോംബാണോ, ന്യൂക്ലിയർ ബോംബാണോ, ഹൈഡ്രജൻ, അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇത് പോയിരിക്കുന്നത് സാധാരണ ജനങ്ങളിലോട്ടാണ്. കാരണം അത് നമ്മൾ ബീഹാറിൽ കണ്ടു. അതേപോലെ ഇന്ത്യക്കാരുടെ ഇടയിൽ ഏറ്റവും പരമപ്രധാനമാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ക്രൂഷ്യലാണ് വോട്ടിംഗ്. അപ്പം അതിനകത്ത് ഈ ലേറ്റസ്റ്റ് തെളിവുകൾ പറയുന്നത് 36 സെക്കൻഡിൽ 7, 8, 10 വോട്ടുകൾ ഇന്ത്യൻ സമയം രാവിലെ 4 മണിക്ക് ഡിലീറ്റ് ചെയ്യുന്നു. നിങ്ങൾ അത് പറഞ്ഞ വളരെ കറക്റ്റ് ചോദ്യമാണ്. കാരണം ഈ സമയത്ത് ഇതിനകത്ത് പ്രോസസ്സുണ്ട്. ആദ്യം നമ്മളിപ്പോൾ വോട്ട് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആദ്യം ഒരു OTP ജനറേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം തമാശയല്ല അത്. കാരണം ആ രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നേരത്തെ അങ്ങനെയൊന്നുമില്ലായിരുന്നു. മറ്റേ ഈ ഇലക്ഷൻ കാർഡും ഒക്കെ വന്ന ശേഷം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ സമയം ഈ രാവിലെ 4 മണിക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലാരായിരിക്കുന്നത്? അതൊരു കാരണവശാൽ അത് കോൾ സെൻറ്റേഴ്സിനെ കൊണ്ട് ജയിക്കുന്നതല്ല. കാരണം ഇലക്ഷൻ കമ്മീഷനോ അതിനാണ് ഇത്രയും സ്റ്റാഫുകളും ഇത്രയും ബജറ്റും കൊടുത്തിരിക്കുന്നത്. അതുമല്ല, കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ്. ഇപ്പം ഇതിനൊന്നും ഉത്തരം കൊടുക്കുന്നില്ല ബേസിക്കലി. അത് കേട്ട് കഴിഞ്ഞപ്പം മനസ്സിലായി, ഇപ്പോൾ ഇത് BJP മോദി ഗവൺമെൻറ്റിൻ്റെ മണ്ടക്കടിച്ചൊരു കേസായി ഇത്. ഇതിന് ജ്ഞാനേഷ് കുമാർ മാത്രമൊന്നുമല്ല ഉത്തരം. ജ്ഞാനേഷ് കുമാർ ചെയ്തിട്ടുണ്ട്, അയാളുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ചെയ്തത്. അല്ലെങ്കിൽ ഈ മോദി ഗവൺമെൻറ് പറഞ്ഞ ശേഷം അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളായത്. ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പം നേരത്തെ പ്രാദേശികമായിട്ട് എതിർ പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ സ്ഥലത്തിന് കല്യാണം കഴിഞ്ഞു പോയ ആൾ, ഇങ്ങനെയുള്ളവരെയൊക്കെ പോയിട്ട് വോട്ട് തള്ളുക, അതുപോലെ പരമാവധി നമ്മുടെ ആളുകൾ എന്നിട്ട് വോട്ട് ചേർക്കുക, അതൊക്കെ മാനുവലായിട്ട് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ രാഹുൽ ഗാന്ധി പറഞ്ഞതിനകത്ത് സെൻട്രലൈസ്ഡ് ആയിട്ട് നടക്കുന്നു, സംസ്ഥാനത്തിന് പുറത്തുള്ള ഫോൺ ഉപയോഗിക്കും. അതെ, അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസകരമായ ഒരു സാഡ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് ഡെലിബറേറ്റ് ആയിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അവരുടെ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെയും ദളിത് കമ്മ്യൂണിറ്റിയുടെയും വോട്ടുകൾ മാറ്റുന്നു, മറ്റുള്ളവരുടെ വോട്ട് മാറ്റുന്നില്ല. അപ്പം ആ തെളിവ് ഉൾപ്പെടെയില്ലേ ചില ആൾക്കാരെ ഉൾപ്പെടെ സ്റ്റേജിൽ കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഒക്കെ വോട്ടുകളും ബേസിക്കലി ദളിത്സും ന്യൂനപക്ഷവുമാണ്. അപ്പോൾ BJPക്ക് അറിയാവുന്ന അവരൊരു കാരണവശാലും ഈ BJPക്ക് വോട്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിൽ നിന്നും 6000 വോട്ടുകളൊക്കെയാണ് എടുത്ത് മാറ്റുന്നത്. ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഇതിനകത്ത് ഇപ്പം നേരത്തെയും ഇലക്ഷൻ കമ്മീഷൻ ആദ്യത്തെ ആരോപണം വന്നപ്പോഴും രാഹുലിനെ വെല്ലുവിളിക്കുക, മാപ്പ് പറയാൻ അത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകൾ എന്ന് വിളിക്കാവുന്ന സാധനങ്ങളാണ് അത്. ഇനി എന്തായിരിക്കും ഇവരുടെ ഒരു ഇത് ഗിമ്മിക്കലൊന്നും ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതിന് പ്രോപ്പറായിട്ട് ഉത്തരം കൊടുത്തേ മതിയാവത്തുള്ളൂ. കാരണം ഇത് അല്ലെങ്കിൽ നേപ്പാളിനേക്കാളും കഷ്ടമായിട്ട് പോകും. കാരണം ഇത് അകത്തോട്ട് ഡീപ്പായിട്ട് ഇറങ്ങും. കാരണം സാധാരണ പാവം പിടിച്ചവൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ അവൻ്റെ ഒരു ബോധം അവന് തോന്നുന്ന അവൻ വോട്ട് ചെയ്യുമ്പോഴാണ്. ആ വോട്ട് ആ പാവം പിടിച്ചവൻ്റെ ഇല്ലാതാക്കുന്നു.
എന്നിട്ട് പറയുന്നു ഇതൊക്കെ ഗിമ്മിക്കാണ്, രാഹുൽ പപ്പുവാണ്, അതാണ് ഓപ്പാണെന്നും പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമല്ല. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്, ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടും അന്വേഷണം നടത്തണം. അല്ലെങ്കിൽ ഇത് വലിയ ഇഷ്യൂ ആവും ഇന്ത്യയിൽ. ഇതിനകത്ത് കോടതി ഇപ്പോൾ പരിപാടിയൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ജനാധിപത്യത്തിൽ കോടതി എന്ന് പറയുന്ന അവസാന റിസോർട്ട്, അത് ലാസ്റ്റ് സ്റ്റേജിലാണ് പോകുന്നത്. ഇത് ജനാധിപത്യത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ കയറിയ ഗവൺമെൻറ്റും അതേപോലെ ഓട്ടോണമസ് ബോഡി എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനും, പ്രത്യേകിച്ച് ഗാനേഷ് കുമാർ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും പരിഹാസ്യനായ ഒരു ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിട്ടില്ല. ഒരു പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അയാൾ ആരവാട്ടെ, പപ്പു ആവട്ടെ, കിപ്പു ആവട്ടെ, എന്തും ആവട്ടെ, എലക്റ്റഡ് ആണ്. അതേപോലെ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ന് പറയുന്നത് പഴയ പോലെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഭരണകക്ഷിയുമായിട്ട്. എത്ര വോട്ടിൻ്റെ ഉള്ളൂ. അതുപോലെ 2 പൊളിറ്റിക്കൽ പാർട്ടി പിന്തുണച്ചിട്ടാണ് മോദി ഗവൺമെൻറ് നിൽക്കുന്നത്. അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആണ് അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഗവൺമെൻറ്റിൻ്റെ അവർ ഇലക്ഷൻ അവരുടെ ആൾക്കാർ പറയുന്നത്, JP നഡ്ഡയും അതേപോലെ BJP നേതാക്കളൊക്കെ പറയുന്നത് ബേസ്ലെസ് ആണ്. ഒരു ആരോപണം വന്നു, സോളിഡായിട്ട് പ്രൂഫ് ഉൾപ്പെടെ പ്രസൻറ്റേഷൻ വന്നു. അതിനകത്ത് പ്രായോഗികമായിട്ട് ചെയ്യേണ്ടത് എന്താ? പെട്ടെന്ന് അതിനെപ്പറ്റി അന്വേഷണം നടത്തുക. കാരണം അന്വേഷണം നടന്നിരിക്കണം, അല്ലെങ്കിൽ ജനാധിപത്യം തീർന്നു പോകും. ഇത് ചെറിയ ഇഷ്യൂ ഒന്നുമല്ല. കാരണം മറ്റുള്ള കറപ്ഷനും മറ്റുള്ള ഇഷ്യൂ ഒക്കെ വേറെ. അത് ഇതുമായിട്ടൊന്നും നിങ്ങൾ ക്ലബ് ചെയ്ത് പോകരുത്. എന്ത് വികസിത് ഭാരത് മണ്ണാങ്കട്ടെ എന്നൊക്കെ പറയും പിന്നീടാണ്. ഇലക്ഷനിൽ കൂടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് ഓരോ ഇന്ത്യക്കാരൻ്റെ വോട്ട് പ്രോപ്പറായിട്ട് പോയോ ഇല്ലയോ, അതെവിടെയാണ് പോയത്, അതിനകത്ത് പാളിച്ചകളുണ്ടായോ, ഇത്രമാത്രം ഡിലീഷൻ ഉണ്ടായി, ഇത്രമാത്രം അഡീഷൻ ഉണ്ടായി, ഇത്ര പേരുടെ വോട്ടുകൾ മാറ്റി, പല കോൺസ്റ്റിറ്റ്യുവൻസികളും ഡെലിബറേറ്റ് ആയിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഈ ആരോപണം ഞാൻ പറയും ഇപ്പോഴും ആരോപണമാണ്. ഈ പറയുന്ന പ്രസൻറ്റേഷൻ എല്ലാം ആരോപണമാണ്. പക്ഷെ ഇത് തെളിയിക്കുക, ഇത് ശരിയല്ല, അതല്ല, ഇത് ഗാനേഷ് കുമാർ പറഞ്ഞത് യൂസ്ലെസ് ഇഡിയറ്റാ. ഹൗ ക്യാൻ ഹീ സേ ലൈക്ക് ദാറ്റ്? അവിടെ വെച്ചുകൊണ്ടു അതുകൊണ്ടു അതിന് കുറച്ച് മാക്കറികളായിട്ടുള്ള സൈബേഴ്സ് അവർ കിടന്ന് അറ്റാക്ക്, പപ്പു കിപ്പു എന്നൊക്കെ. അയാൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞ വളരെ സീരിയസ് ടോപ്പിക്കാണ്. ഇപ്പം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഇന്ത്യനെ പൊതുവെ ഈ അന്താരാഷ്ട്ര തലത്തൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ട് പറയുന്നത് നമ്മളൊരു ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ അതേ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടിയുള്ള രാജ്യങ്ങൾ, അതായത് നമ്മുടെ അയൽ രാജ്യങ്ങൾ ബംഗ്ലാദേശ്, നേപ്പാളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജനാധിപത്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുള്ള രീതിയിലാണ് നമ്മളെപ്പോഴും ഈ വികസിത രാജ്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പോൾ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരിക്കും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ? ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് അല്ല ലോകത്തെ ഏറ്റവും വലിയ പ്രാധാന്യം ഇന്ത്യയുടെ ജനാധിപത്യം. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അതേപോലെ ഇത്രമാത്രം ഭാഷകളും എല്ലാം ഇത്രയും പൂർണ്ണമായിട്ടുള്ളൊരു സൊസൈറ്റി ഉള്ള രാജ്യം, എന്നിട്ടും ജനാധിപത്യമാണ്. ഇവിടെ പട്ടാള ഭരണം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്ദിരാഗാന്ധി ഒരു സമയത്ത് എമർജൻസി മാത്രമേ ഉള്ളായിരുന്നു. അവർക്കെതിരെ പണിഷ് ചെയ്യുകയും ചെയ്ത് ഇന്ത്യക്കാർ. അപ്പം അങ്ങനെയുള്ളൊരു രാജ്യത്ത്, അതായത് ഗ്ലോബലായിട്ട് ഈ സംഭവം പോകുമ്പോൾ ഇന്ത്യയുടെ അഭിമാനത്തിന് വലിയ പ്രശ്നമായത്. കാരണം ഗ്ലോബലായിട്ട് ആളുകൾ പറയും ഇങ്ങനെയാണ് മോദി അധികാരത്തിൽ വന്നത്. അതായത് ഈ പാവം പിടിച്ചവൻ്റെ വോട്ടും ദലിറ്റ്സിൻ്റെയും പിന്നോക്കക്കാരനും മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവരുടെ വോട്ടുകളെല്ലാം മാറ്റിയിട്ടാണ് ഇവർ കള്ളത്തരത്തിൽ വോട്ട് കൊള്ള നടത്തിയിട്ടാണ് അധികാരത്തിൽ വരുന്നുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഫ്ലാഷാകും. ഫ്ലാഷായി കഴിഞ്ഞ് എല്ലാ ഇന്ത്യക്കാരനും നാണക്കേടായത് ബേസിക്കലി. കാരണം നമ്മൾ ജനാധിപത്യ രാജ്യം, പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് സംഭവം എന്ന് പറഞ്ഞ് ജനാധിപത്യം. അല്ല അതിൻ്റെ പണമല്ല അതിൻ്റെ ഇഷ്യൂ. ഇപ്പം ബ്രൂണൈ സുൽത്താൻ പോകുന്നത് ഒരു ഇന്ത്യക്കാരൻ പോകുന്ന വലിയ വ്യത്യാസമുണ്ട്. അവൻ്റെ ഇഷ്ടം പോലെ പണമുണ്ട്, ഡിക്റ്റേറ്ററാണ്, ഓതോറിറ്റേറിയനാണ്. അതേപോലെ ഒരു സാധാരണ ഇന്ത്യക്കാരൻ എവിടെ പോകുമ്പം അവനൊത്തിരി പരിഗണനയുണ്ട്. പ്രധാനപ്പെട്ട ഈ ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ അയാളെ ഇമ്പീച്ചല്ല, ഗാനേഷ് കുമാറിനെ ലൈഫ് ടൈം മുഴുവനും ജയിലിലിടണം. അവൻ്റെ കൂടെ ജോലി ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ ഇവരെ ഒരു പണിഷ് ചെയ്യാതെ വിടരുത്. കാരണം ഇത് ഓരോ ഇന്ത്യക്കാരനെയും ബാധിക്കുന്ന ഇഷ്യൂ ആണ്. അല്ലാതെ ഒരു കൂട്ടം ഒരു BJP മാത്രമൊന്നുമല്ല. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം. ഞാൻ 1-2 റിട്ടയർ ചെയ്ത് ഇലക്ഷൻ ഡൽഹി ഇവിടുത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ ജോലി ചെയ്ത് 1-2 പേരോട് ചോദിച്ചു ഇതിൻ്റെ പോസിറ്റീവ് പറയുക. ഇത് കംപ്ലീറ്റ് സെൻട്രലൈസ്ഡ് ആണ്. അതേപോലെ തന്നെ അവരുടെ മെസ്സേജ് ഉണ്ട്, ഇത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്ന് പറയാതെ ഇതൊന്നും നടക്കത്തില്ല. അതേപോലെ തന്നെ വേറൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ നരേന്ദ്രമോദിയും BJP പല BJP
മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിന് സീറ്റ് കൊടുത്തില്ല. അപ്പോൾ അവർക്കറിയാവില്ല എങ്ങനെയാണ് വോട്ട് വരുന്നത്. കാരണം ഇലക്ഷൻ മത്സരം ജയിക്കുന്നു, 2 പ്രാവശ്യം ജയിച്ചവര് അല്ലെങ്കിൽ 3 പ്രാവശ്യം ജയിച്ചവരെ പല 40% BJP MPമാരെ മാറ്റി നിർത്തി. അവരെല്ലാം തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് മുഴുവൻ പ്രൂഫ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധി തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷന്റെ അകത്ത് നിന്ന് തന്നെ സഹായം ലഭിക്കുന്നു. അതെ, പഴയ BJPയുടെ നേതാക്കൾ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഈ പ്രൂഫ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് BJP കാൻഡിഡേറ്റ് ജയിച്ചത്, എവിടൊക്കെയാണ് ഇവർ വോട്ടുകൾ അടിച്ചു മാറ്റിയത്, കർണാടകയിൽ എന്താണ് സംഭവിച്ചത്, മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത്, ഹരിയാന എന്ന് പറയുന്നൊരു ക്ലാസിക് എക്സാമ്പിളാണ്. അവിടെ പോയി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാകുന്ന സംഭവമാണ് ഹരിയാനയിൽ BJP വലിയ രീതിയിൽ തോക്കും, അവിടെ BJP ജയിച്ചു. എന്തോ അത്ഭുതമാണ്. കാരണം ഹരിയാനയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ആൾക്കാർ വെറുക്കപ്പെട്ടൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല. അവിടെ വീണ്ടും ജയിച്ചു. കാരണം നമ്മുടെ തൊട്ടടുത്ത് കിടക്കാണെങ്കിൽ ഞാൻ ഡൽഹിയിലാണ്, ഇവിടുന്ന് 3-4 കിലോമീറ്ററുള്ള ഹരിയാന ബോർഡർ ഒരൊറ്റ ഒരാൾക്ക് കണ്ടിട്ട് BJPക്കാരെ. ഡെവലപ്ഡ് സിറ്റി ആയിട്ടുള്ള ഗുർഗാവിന് പോലും ഗുരുഗ്രാം കാരണം അത്രമാത്രം വേഴ്സ്റ്റ് സിറ്റിയാക്കി മാറ്റി. മിലനിയം സിറ്റി എന്നാണ് പറയുന്നത്, അതിനെ വേഴ്സ്റ്റ് സിറ്റിയെ. കാരണം ഇത്രമാത്രം ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ഗവൺമെൻറ് അവർ വീണ്ടും അധികാരത്തിൽ വരുന്നു. ഇതിൻ്റെ അകത്ത് ഈ കോപ്രായം കാണിക്കാതെ എങ്ങനെ നടക്കുന്നത്? അപ്പോൾ അതായത് രാഹുൽ ഗാന്ധി, അതിനകത്ത് ഞാൻ രാഹുൽ ഗാന്ധി അംഗീകരിച്ചു കൊടുക്കുന്നു. അയാൾ പുതിയ ലോകത്തിനും പുതിയ ജനതയ്ക്കും മനസ്സിലാകുന്ന രീതിയിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ ഓരോ വെർട്ടിക്കൽസും കാണിക്കുന്നു. ഒരേ സീരിയൽ നമ്പർ അവരെ ഡിലീറ്റ് ചെയ്യുന്നു, വേറെ സീരിയൽ നമ്പർ ഉണ്ടാക്കിയിട്ട് അവരെ അപ്പുറത്ത് അഡീഷൻ ചെയ്ത് അപ്പുറത്ത് BJPക്ക് കൂടുതലുള്ളിടത്ത് ഇവിടുന്ന് അവർ അങ്ങോട്ട് മാറ്റും. ഇതൊക്കെ ബേസിക്കലി ഒരു കാരണവശാലും ഇന്ത്യൻ ജനാധിപത്യവാദിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ല ഇതിൻ്റെ അകത്ത് ഇഷ്യൂ. നമുക്ക് ഇന്നും പൊളിറ്റിക്സ്, നാളെ വേറെ പൊളിറ്റിക്കൽ പാർട്ടി, ഇതൊക്കെ മാറാം. പക്ഷെ എൻ്റെയും നിങ്ങളുടെ ഓരോ സാധാരണക്കാരൻ്റെ വോട്ട് അത് ഒരു മിഷനറി ഇരുന്ന് ഡിലീറ്റ് ചെയ്യുന്നു. അവർ വേറെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി അരോഹാത്രം പണിയെടുത്തിട്ട് നമ്മൾ പിന്നെ എങ്ങോട്ട് പോകുന്നു പറയേ? അതായത് അരക്ഷിതാവസ്ഥയെ, അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇത് ഭരിക്കുന്ന, അവർക്ക് പിന്തുണ കൊടുക്കുന്ന ഗവൺമെൻറ് ശ്രമിക്കുന്നത്. എത്രയും വേഗം ഇതിനെപ്പറ്റി അന്വേഷണം, അതിനേക്കാൾ ഉപരി 18 തവണയാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് കർണാടക ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ CID അവർ ലെറ്റർ അയച്ചിരിക്കുന്നത്. എവിടുന്നാണ് ഈ OTP ജനറേറ്റ് ചെയ്തത്, ഏത് ഫോണാണ് ഉപയോഗിച്ചത്, ആരാണ് ഈ 4 മണിക്ക് ഈ സംഭവം അഡീഷൻ ചെയ്തത്, ആരാണ് ഡിലീറ്റ് ചെയ്തത്, ഇതിന് 1 വർഷമായിട്ട് ഒരു ഉത്തരം പോലും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഈ ജ്ഞാനേഷ് കുമാർ ഇവിടെ ഇരിക്കണോ വേണ്ട എന്നുള്ള ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കും. അത് കോർട്ടിനേക്കാളും മുമ്പായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന BJP അവിടെ ഇരിക്കും, ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിക്കും. അതായത് മനസ്സിലാവുക, കോടതിയല്ല ഇന്ത്യയിലെ ഉത്തരം, ജനങ്ങളാണ് ഉത്തരം. അത് പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് നേപ്പാളിൽ, ജനങ്ങളാണ് ഉത്തരം കൊടുത്തത്, കോടതിയല്ല ഉത്തരം കൊടുത്തത്. കോടതിയൊക്കെ അവസാനത്തെ സംഭവമാണ്. ജനങ്ങൾ ഇളകിക്കഴിഞ്ഞാൽ പിന്നെ കോടതി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാനൊരു കാര്യം പറയാം, ഇത് അടി കിട്ടിയിരിക്കുന്ന മോദി ഗവൺമെൻറ്റിൻ്റെ തലയ്ക്ക ഈ ചെറിയ ഇഷ്യൂ ഒന്നുമല്ല. കാരണം വളരെ സീരിയസ് ഇഷ്യൂ ആണ്. കാരണം തെളിവ് ഉൾപ്പെടെയാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇതിനകത്ത് രാഹുൽ സൂപ്പർ ഡൂപ്പർ സ്റ്റാർ ആവുകയാണ്, മോദിയുടെ ഗ്രാഫ് പൊളിയുകയാണ്, പൊളിഞ്ഞ് താഴോട്ട് പോകുന്നു, രാഹുൽ ഗാന്ധി മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫും ഉണ്ടാകുകയും ബീഹാർ ഇലക്ഷനും അതേപോലെ വീണ്ടും ഇതിൻ്റെ ഹൈഡ്രജൻ ബോംബ് ഉണ്ടെന്ന് പറഞ്ഞ് പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം കൂടെ വന്നു ചേരുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും ഇന്ത്യയുടെ പൊളിറ്റിക്സും മാറും. രാഹുൽ ഗാന്ധിയുടെ നല്ല കാലം തുടങ്ങുന്നു, മോദിയുടെ കഷ്ടകാലം 75-ാം വയസ്സോടുകൂടി തുടക്കമിടുന്നു. ഇതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്.